പറയുന്നവരോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് അത് അങ്ങനെ ആയിപ്പോകുന്നതാണ്. മനസ്സിലായത്? നമ്മള് എത്രയോ കാലമായിട്ട് ലൈവ് ചെയ്യുമ്പോൾ എല്ലാ ലൈവിലും വന്നിട്ട് എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും ഇവന്റെ ബെല്ലുമ്മ വെച്ചപ്പം വരെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്ന ആൾക്കാരാണ്. ഓക്കെ, ഇതങ്ങനെ നമ്മൾ ആക്കുന്നതല്ല, അങ്ങനെ ആയിപ്പോകുന്നതാ, സ്ക്രിപ്റ്റ് പോലെ ആയിപ്പോകുന്നതാ. ഓക്കെ, ഇതിപ്പോ എനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും മമ്മൂനോട് ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് കരഞ്ഞോണ്ട് ബാ ഇതാക്ക് അല്ലെങ്കിൽ ഇവനോട് അങ്ങനെ ഇങ്ങനെ പറയുന്നതല്ല. ഞാൻ ഇങ്ങനെ ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് ലൈവ് തുടങ്ങുന്നുണ്ട്, നീ ആൾക്കാരുടെ അപ്പോളജൈസ് ആണെങ്കിൽ അപ്പോളജൈസ് എന്ന് പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്യുന്നല്ല, ഇത് ഇവന്മാര് ചെയ്യുമ്പോ അത് സ്ക്രിപ്റ്റ് ആയി പോകുന്നതാ. മനസ്സിലാവും? പ്രത്യേകിച്ച് ഇവനും ഞാൻ കാര്യം പറഞ്ഞ, ഞാൻ കുറച്ച് എനിക്ക് കുറച്ച് ക്ലിപ്സ് റിയാക്ട് ചെയ്യാനുണ്ട് ഇന്ന് കുറച്ച് ക്ലിപ്സ് റിയാക്ട് ചെയ്യാനുണ്ട്. കുറെ ട്രോളും അടി പോകുന്നില്ല. മമ്മു വരും, മമ്മു തിരിച്ചു വരും. ഓക്കെ, മമ്മു ഇപ്പൊ രാവിലെ എണീച്ച് ജിമ്മിൽ പോക്കും ഡയറ്റും നിസ്കാരം എല്ലാം ആയിട്ട് പോകുന്നുണ്ട്. എന്താവും അറിയില്ല, എത്ര ദിവസം കണ്ടിന്യൂ ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും നോക്കാം. മമ്മു വിൽ ബി ബാക്ക്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് എല്ലാം സ്പാം ചെയ്ത് എങ്ങനെ ഞാൻ മേജർ അനൗൺസ്മെന്റ് നമ്മള് ഈ MRG ഗ്യാങ് ഹൗസ്, ഓക്കെ, ഗ്യാങ് ഹൗസ് നമ്മൾ മൊത്തം ക്യാമറകളും ഇതുപോലെ ഫുൾ, അതായത് എല്ലാ റൂമിലും, ബാത്റൂമിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും 4 റൂമിലും, സെൻട്രൽ, അടുക്കള, വർക്ക് ഏരിയ, പുറത്ത്, അകത്ത്, സിറ്റ് ഔട്ട്, എല്ലാ സ്ഥലത്തും നമ്മൾ ക്യാമറ വെച്ചിട്ട് ഇവിടെ നമ്മളൊരു ബിഗ് ബോസ് കാണാൻ പോയത്. കമാൺ എല്ലാരും അടിപൊളിയായിട്ടിരിക്കുന്നു. മമ്മു ഓക്കെയാണ്, മമ്മു പ്രശ്നമൊന്നുമില്ല. മമ്മു എല്ലാം ഞാൻ പറയട്ടെ, മമ്മൂന്റെ എല്ലാം കുറച്ച് ദിവസം എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ഓക്കെയാണ്, ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, എല്ലാം നല്ല ഹാപ്പി എൻഡിങ്ങിൽ തന്നെയാണ് ലാസ്റ്റ് പോവുക. ഓക്കെ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ മമ്മൂന്റെ കാര്യം ഒന്ന് ആലോചിച്ചാൽ ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഒന്ന് നോക്കാൻ ഞാൻ ഉണ്ട് ഇവിടെ. ഓക്കെ.